ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ LED അലങ്കാര ബൾബുകൾ എന്ന് പറയുന്നത് ആർക്കും ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ് അല്ലേ? എല്ലാവരുടെയും എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും വീടുകളിൽ ഒരു ചെറിയൊരു രീതിയിലെങ്കിലും അലങ്കാര ബൾബുകൾ തൂക്കിയിട്ടും പിന്നെ വലിയ വലിയ ഫംഗ്ഷൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. അപ്പം അങ്ങനെ ബൾബുകൾ നിർമ്മിക്കുന്ന ഒരാളെയാണ് നമുക്കിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പാമ്പാടി കോത്തല സ്വദേശിയായ കുഞ്ഞുമോളാണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലെ അതിഥി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞ ചേച്ചിയാണേ. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിച്ചറിയാം. ചേച്ചി ഇവിടെ വന്ന് ശരിക്കും പറയാൻ ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം നമുക്കൊക്കെ വീട്ടിൽ ഒരു ബൾബ് കത്തുന്നില്ലെങ്കിൽ പിന്നെ രണ്ടാമൊന്നിടാൻ പേടിയാണ്, കറണ്ട് അടിക്കുമോ എന്നുള്ളൊരു പേടിയിൽ. അപ്പോൾ ചേച്ചി ഇതെല്ലാം ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഞെട്ടലാണ് വന്നത് ശരിക്കും. അപ്പോൾ ചേച്ചി എത്ര വർഷമായി ഈ ഒരു ഫീൽഡിലായിട്ട്? ഇലക്ട്രോണിക്സ് രംഗത്ത് വന്നിട്ട് ഇപ്പോൾ 23 വർഷമായി. പിന്നെ കല്യാണം കഴിഞ്ഞാണ് ഈ ഇവിടെ വന്നു കഴിഞ്ഞ് ഈ മാല ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഞാൻ ഇൻവേർട്ടറും അസംബ്ലി ചെയ്യുമായിരുന്നു. പിന്നെ കേബിളിൻ്റെ ഇത് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. കേബിളിൻ്റെ ഡിഷും പിന്നെ ട്രാൻസ്ഫോമർ വൈൻഡിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. എന്നെ പൊങ്ങന്താനത്തുള്ള ശശി എന്ന് പറയുന്ന ചേട്ടനാണ് പഠിപ്പിച്ചത്. ഞാൻ ഈ ഫീൽഡിൽ അങ്ങനെ വന്നതാണ്. അല്ലാതെ ഇലക്ട്രോണിക്സിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. ഇത് ബേസിക് ആയിട്ട് ഒരു കോഴ്സ് ചെയ്തത്? ഇല്ല അല്ല. ഞാൻ ഹിന്ദു വിദ്വാൻ പാസ്സായതാണ്. പിന്നെ ഇങ്ങോട്ട് ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ കാരണം? അതെന്നെ എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ പുള്ളി ഇലക്ട്രോണിക്സിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുകയും കടയൊക്കെ ആയിരുന്നു. അപ്പം ആ ചേട്ടൻ എന്നെ വിളിച്ച് പഠിപ്പിച്ചതാണ്. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് താല്പര്യമായി. പിന്നെ ഞാനിത് അവിടെ തന്നെ 10 വർഷം ചെയ്തായിരുന്നു വിവാഹത്തിന് മുമ്പ്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് ഫ്രണ്ട്സ് ലൈറ്റ് ആൻഡ് സൗണ്ടിൽ പോയി അവിടെ 5-6 വർഷം ചെയ്തു. അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഇപ്പം ഇവിടെ അജി എന്ന് പറയുന്ന ഒരു ഇൻവേർട്ടർ കടയൊക്കെ ഉള്ള ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ കട ഇൻവേർട്ടറിൻ്റെ ബോർഡ് അസംബ്ലി ചെയ്യുക. ചേച്ചി ഇപ്പം സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണോ അതോ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു? ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കുക. വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഓൺ പ്രോഡക്റ്റ്. ഇതിന്റെ അവിടെ ഇൻവേർട്ടറിന്റെ ബോർഡ് മാത്രമേ അസംബ്ലി ചെയ്യുന്നുള്ളൂ. ഇത് നമ്മുടെ സ്വന്തം വർക്കാ. അപ്പൊ ഇതിന്റെ എങ്ങനെയാ ആളുകളിലേക്ക് എത്തുന്നത്? എങ്ങനെയാ? സൗണ്ടുകാർ വന്ന് മേടിച്ചുകൊണ്ട് പോക്കോളൂ. അവര് സാധനം ഇത്രയും വർഷമായിട്ട് അറിയാം. അല്ല പ്രത്യേകിച്ച് ഇതിന് പേജുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ല അങ്ങനെയൊന്നുമില്ല. അല്ലാതെ ഓരോരുത്തരെ ആളുകൾ വഴിയല്ലേ? അതെ. അപ്പം ഇവിടെ കല്യാണത്തിന് ശേഷം ചേച്ചിക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇവർക്ക് വലിയ പേടി ഉണ്ടായിട്ടില്ല. എന്നാലും ഒരു സപ്പോർട്ട് എന്താണേലും വീട്ടിൽ ഇവിടെ വേറെ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. വേറെ ആർക്കും അറിയത്തില്ല. എല്ലാവർക്കും പേടിയായി ഈ മേഖലയിലോട്ട് കറണ്ട് അടിക്കുന്ന അങ്ങനെ ഭയങ്കര. ചേച്ചി പോലെ ഇത് ചെയ്യുന്ന വേറെ ആരെങ്കിലും പെൺകുട്ടികളുണ്ടോ? ഇവിടെ എനിക്ക് അങ്ങനെ അറിയത്തില്ല. നമ്മുടെ അവിടെ അങ്ങനെ അറിയത്തില്ല. അപ്പം സുഹൃത്തുക്കളെ ഇല്ല, ആരുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ആണുങ്ങൾ പുരുഷന്മാര് ചെയ്യുന്നതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. അല്ലാതെ പെണ്ണുങ്ങൾ ചെയ്യുന്നത് എൻ്റെ അറിവിൽ ഞാൻ മാത്രമേ ഉള്ളൂ. കറണ്ടുള്ള പരിപാടിയാണല്ലോ. ഇതിന്റെ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ചേച്ചിക്ക് എന്തെങ്കിലും അപകടങ്ങളോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, ഇടയ്ക്ക് കറണ്ട് അടിക്കാറുണ്ട്. അത് നമ്മൾ ഇത് നന്നാക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും. അല്ലാതെ ഒരു പ്രാവശ്യം ഇടി വെട്ടിയപ്പോഴത്തേന്. അല്ലാതെ ഈ ഒരു ജോലിയിൽ നിന്ന് ഇല്ല സൂക്ഷിച്ചാ ചെയ്യുന്നത്. അങ്ങനെ ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ സീസൺ പെരുന്നാൾ സീസൺ അങ്ങനെ സീസണൊക്കെ ആകുമ്പോൾ ഇഷ്ടം പോലെ പരിപാടിയുണ്ട്. പിന്നെ അമ്പലങ്ങളിലേക്കൊക്കെ സ്ഥിരം ഇടാനായിട്ട് മാല ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഓർഡർ അനുസരിച്ചാണോ ചെയ്ത് വെക്കുന്നത്? അല്ലല്ല, അവര് പറയും ഇത്രണ്ണം വേണോന്ന്. അപ്പൊ നമ്മൾ ഉണ്ടാക്കി കളറും അവര് പറയും. നമ്മള് ഇതിന്റെ റോ മെറ്റീരിയലൊക്കെ എവിടുന്ന? അപ്പം കോട്ടയത്ത് കടയുണ്ട്, ബാസ് എന്ന് പറയുന്ന കടയിൽ നിന്ന് സാധനം മേടിക്കും. എല്ലാം സെപ്പറേറ്റ് തരും. നമ്മളത് എല്ലാം
അസംബ്ലി ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ആരും വന്നിട്ടില്ല പഠിക്കാൻ. ഒന്നും വരുന്നവർക്ക് ഒന്ന് വന്നിട്ട് പിന്നെ അവര് വരികയില്ല. അവർക്ക് പേടിയാ കറണ്ട് ആയത്. എനിക്കിതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ തന്നെ ചെറിയ പേടിയുണ്ട്. പിന്നെ ചേച്ചി ഇത് കൂടാതെ ചേച്ചിക്ക് മറ്റെന്തൊക്കെയാണ്? മുമ്പേ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയോ? ഏതാ? വേറെ കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നതായിട്ട് പറഞ്ഞല്ലോ. ഈ ഇൻവേർട്ടറിന്റെ ബോർഡ് അസംബ്ലി ചെയ്യുന്നുണ്ട്. അതിപ്പോഴും ചെയ്യുന്നുണ്ട്? അതാ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, അത് ഒരു ഓഫീസുണ്ട് താഴെ, അവിടെ പോയി ചെയ്യുന്നത്. അവർക്ക് ഇൻവേർട്ടർ അസംബ്ലി ചെയ്ത് കൊടുത്താൽ മതി. ഇത് ശരിക്കും പറയാം ചേച്ചിയുടെ ഒരു ഉപജീവനമായിട്ട്. ഇത് നമ്മുടെ ഉപജീവനം. ഇതിൽ നിന്ന് ചേച്ചിക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഫർദർ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു കടയോ അങ്ങനത്തെ എന്തെങ്കിലും ഇടാനൊരു പ്ലാനൊക്കെ ഉണ്ടോ? അതോ വീട് ഏറ്റവും നല്ല നമ്മുടെ എല്ലാ അതെ അതെ, നമ്മുടെ കാര്യവും നടക്കും, ബാക്കി സമയം ഇത് ഉണ്ടാക്കുക. ചേച്ചി ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാഷനേക്കാൾ ഉപരി ചേച്ചിയുടെ ഒരു ജീവിതമാർഗമാണ്. അതെ. അപ്പം ഇതെങ്ങനെയാ, ഇതിന്റെ സെയിലും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാ? ഇത് 50 ബൾബിന് ഇത്ര രൂപ വെച്ചാ മേടിക്കുന്നത്. 50 ബൾബ് എന്ന് പറയുന്ന ഒരു മാലയാ. പിന്നെ തോരണമായിട്ടാണെങ്കിൽ അതും അതിന്റെ അതനുസരിച്ച്. ഒരു മാലയെന്ന് പറയുമ്പോൾ 50 ബൾബ്, അതിൽ കൂടുതലും കുറവുണ്ടോ? ഇല്ല ഇല്ല, ഫിക്സ്. അപ്പം എത്ര മാല എന്നനുസരിച്ചായിരിക്കും അല്ലേ? ഇത്ര മാല ചെയ്യുന്നു. അപ്പൊ ചേച്ചിയുടെ ഫോൺ നമ്പർ വഴിയാണ് എല്ലാവരും വിളിക്കുന്നത്, ഓർഡർ തരുന്നത്. ഇപ്പൊ പെട്ടെന്ന് എമർജൻസി വന്നാൽ കുറച്ച് ആളുകൾക്ക് കൊടുക്കാൻ എപ്പോഴുണ്ടാവും അല്ലേ? പിന്നെ കളറും അവര് കസ്റ്റമൈസ്ഡ് ആണല്ലോ, പല കളറ് പറയുമ്പോ അവർക്ക് ആ കളർ നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പൊ അതുപോലെ തന്നെ വ്യത്യാസം ഉണ്ടല്ലോ ബൾബുകളുടെ, ചിലത് കവറിങ് ഉള്ളതുണ്ട്, അങ്ങനെയൊക്കെ. ഇപ്പൊ ക്രിസ്മസിനൊക്കെ നമുക്ക് ട്രീക്കകത്തുണ്ട്. അപ്പൊ ക്രിസ്മസിന്റെ ടൈമിലായിരിക്കും ഒരുപാട്. പിന്നെ പെരുന്നാള് പണി, ഉത്സവം. ഇത് ശരിക്കും പറയാം ഇവിടെ ഹോൾസെയിൽ ആണോ അതോ ഇങ്ങനെ റീറ്റെയിൽ ആയിട്ടുണ്ടോ? ഹോൾസെയിലായിട്ട് കൊടുക്കുന്നില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതല്ല. നമ്മളിപ്പോ ഒരു ക്രിസ്മസ് ട്രീക്കകത്തൊക്കെ ഇടാൻ നമ്മള് വീടുകളിൽ നിന്ന് പോയി വാങ്ങൂലേ? പെരുന്നാളിന് വാങ്ങുന്ന പോലെ ഒരു ബൾക്കായിട്ട് നമ്മൾ വാങ്ങുന്നില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ സെയില് നമുക്ക് ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ചേച്ചി ഇവിടെ ചെയ്യുന്നുണ്ടോ? വീട്ടിൽ കൊടുക്കാനായിട്ട് ചെയ്യും. നമ്മളോട് ഇപ്പൊ ആരെങ്കിലും ക്രിസ്തുമസിന് ഇത്ര മാല വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അന്നേരം ചെയ്തു കൊടുക്കും. അതാ ഞാൻ ചോദിച്ചത്. കാരണം നമ്മള് സാധാരണ കടകളിൽ നിന്നൊക്കെ പോയി വാങ്ങാറുണ്ടല്ലോ. അതോ ഇനി ചേച്ചി ഇങ്ങനെ പെരുന്നാൾ പോലെയുള്ള വലിയ വലിയ വീടുകളിൽ. ഇത് ശരിക്കും ഈ പോറി വെച്ചിരിക്കുന്ന ഈ ചട്ടങ്ങളൊക്കെ ഇപ്പോഴത്തെ ഒരു ഇവന്റുകാർ വാങ്ങിക്കുന്നതായിരിക്കും അല്ലേ? ഇത് പെരുന്നാളിനും വെക്കും. ഇത് റെന്റിനാണോ അതോ അവര് ശരിക്കും വാങ്ങിച്ചോണ്ട് പോകുന്നതാണോ? അവര് നമുക്ക് ഈ ഫ്രെയിം കൊണ്ടുതരും, നമ്മളതേ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് ഇതുപോലുള്ള മാലകള് ഒരു വലിയൊരു ഇപ്പൊ ഒരു കല്യാണം പോലെ ഒരു ഫംഗ്ഷൻ വരുമ്പോ നമുക്ക് സിംഗിൾ യൂസാ, പിന്നീട് നമുക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇത് റെന്റിന് കൊടുക്കുന്നുണ്ടോ ഇവിടെ? ഇടയ്ക്ക് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ മാത്രം. അപ്പം ആരെങ്കിലും കസ്റ്റമർ ചോദിച്ചാൽ നമുക്ക് റെന്റിന് കൊടുക്കാനും സാധനം അവൈലബിൾ ആണല്ലേ? അപ്പം ജസ്റ്റ് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അതില്. പിന്നെ സൗണ്ടുകാർ തന്നെ കുറെ പേരെ പറഞ്ഞു വിടും. അങ്ങനെ എല്ലാ വീഡിയോയും ചെയ്യുന്ന പോലെ ഞാൻ വളരെ ആസ്വദിച്ചല്ല ഇവിടെ ഇരുന്നത് കേട്ടോ. നല്ല ടെൻഷനോടെ ആയിരുന്നത്. ഇവിടെ ഫുൾ കറണ്ടിന്റെ ഇടപാടാണ്. ഇതൊക്കെ ദേഹത്ത് കൊണ്ട് പൊള്ളുമോ എന്നൊക്കെയുള്ള ഭയങ്കര പേടിയോടെയാണ് ഞാൻ ഇവിടെ ഇരുന്നത്. ശരിക്കും എത്ര റിസ്ക് ഉള്ളൊരു പരിപാടിയാണ് ഈ ചേച്ചി ചെയ്തത്. എൻ്റെ ചേച്ചി സമ്മതിച്ചിരിക്കുക കേട്ടോ. എന്തായാലും ചേച്ചിയുടെ ജീവിതമാർഗ്ഗമാണ്. അതിനേക്കാൾ ഉപരി ചേച്ചി ഇത് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. നമ്മുടെ അദ്ദേഹം കോട്ടയം, കോത്തല, പാമ്പാടി ഈ ഏരിയയിലൊക്കെയുള്ള ആർക്ക് വേണേലും ഇത്തരം അലങ്കാര ബൾബുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഏതായാലും ഒരുപാട് സന്തോഷം ചേച്ചിയെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ. അപ്പം എല്ലാവരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. താങ്ക്